നമുക്ക് അജയുടെയും ഭൂമിയുടെയും നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ കണ്ട കാഴ്ച വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഭൂമിക്ക്. ദൈവമേ, ഈ പറയുന്ന അഞ്ജനയപ്പം പക്ക ഒരു ഫ്രോഡാണോ? അവള് അജയ് സാറിനെ വഞ്ചിക്കാനായിട്ട് ഒരുങ്ങുവാണല്ലോ. പാവം സാറ് ഇതൊന്നും അറിയുന്നില്ല. അവള് ഏതോ ഒരു പയ്യനോടൊപ്പം ഇങ്ങനെ കുടിച്ച് കൂത്താടി നിൽക്കുവാണ്. ആ കാഴ്ച അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കി ഭൂമി കുറച്ച് സമയം അത് നോക്കി നിന്നു. അപ്പോഴേക്കും അഞ്ജന അവൻ്റെ കയ്യിലേക്ക് പിടിച്ചു. വാടാന്നും പറഞ്ഞോണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകണം. രണ്ടുപേരും കൂടെ ആടി പോയി വണ്ടിയിലേക്ക് കയറി. ഈ സമയത്ത് അത് കണ്ടു നിൽക്കാനുള്ള ത്രാണി ഭൂമിക്ക് ഉണ്ടായിരുന്നില്ല. ഭൂമിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അജയ് സാർ എത്ര വലിയ കുഴിയിലേക്കാണ് വീഴാൻ പോകുന്നെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ വീട്ടിലേക്ക് വരുവാണ്. താൻ പറയുകയും ചെയ്തു ഒരു നാടകം കളിക്കാനായിട്ട്, വിവാഹ നാടകം കളിക്കാനായിട്ട് തനിക്ക് സമ്മതമല്ലെന്ന്. പക്ഷേ ഇനി ആ ചിന്ത മാറ്റണം. ഇവിടെ പോലെ ഒരു ഫ്രോഡ് അജയ് സാറിൻ്റെ ജീവിതത്തിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സാറിൻ്റെ ജീവിതം എപ്പോൾ താറുമാറായെന്ന് ചോദിച്ചാൽ മതി. സാറ് പറഞ്ഞ ഇപ്പോൾ ഫ്രോഡാന്നുള്ള കാര്യം. പക്ഷെ താനൊന്നും വിശ്വസിച്ചില്ല. താൻ കരുതിയത് ഇവിടെ പോലൊരു പെണ്ണിന് സങ്കടം ആവില്ല കല്യാണം മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് കരുതിയിരുന്നാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് ഭയങ്കര സങ്കടമായി. ഭൂമി ഹാളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ്റെ വലിയൊരു ഫ്രെയിം ചെയ്ത ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി കുറേ സമയം നിൽക്കുകയാണ്. അച്ഛാ, ഇന്ന് ഞാനൊരു കാഴ്ച കണ്ടു. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു. ഞാൻ അജയ് സാറിനോട് പറഞ്ഞത് എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. കാരണം ഒരു വെറുതെ ഒരു നാടക വിവാഹം നടത്താനായിട്ട് എനിക്ക് സമ്മതമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അജയ് സാറിനെ എങ്ങനെയും രക്ഷിച്ചാൽ മതിയാവുള്ളൂ. ഈ ഊരാക്കുടുക്കിൽ നിന്ന് അഞ്ജനമായിട്ടുള്ള ആ കുടുക്കിൽ നിന്ന് എങ്ങനെയും രക്ഷിക്കണം. സമ്മതമാണെന്ന് പറയണം അജയ് സാറിനോട്. ഞാൻ പറഞ്ഞോട്ടെ അച്ഛാ. ഞാൻ നോക്കിയിട്ട് സാറിനെ രക്ഷിക്കാൻ വേറെ വഴിയില്ല. അതുമാത്രമല്ല, എൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ടും ഒരുപക്ഷെ സാറിനെ ഞാൻ രക്ഷിക്കുവാണെങ്കിൽ സാർ അമ്മയെ രക്ഷിക്കാനുള്ള പണം എനിക്ക് തരും. വേണ്ടെന്ന് ഞാൻ തീരുമാനം എടുത്തിരുന്നായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അഞ്ജനയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയത്. പക്ഷെ ഇപ്പോഴെനിക്കറിയാം, അഞ്ജന അജയ് സാറിൻ്റെ ജീവിതത്തിലേക്ക് വരാതിരുന്നാൽ മാത്രമേ സാറിന് നല്ലൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. സാറിന് നയനെപ്പോലൊരു പെൺകുട്ടിയാണ് ജീവിതത്തിലേക്ക് വരേണ്ടത്. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തു. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഭൂമി തീരുമാനിച്ചു. അജയ് സാറിനോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണം. ആ സമയത്ത് അജയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അജയ് വീട്ടിലേക്ക് വന്നാലും ഭൂമി പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു അജയുടെ മനസ്സിൽ. വേറൊന്നുമല്ല, അവള് വിവാഹ നാടകത്തിൽ നിന്ന് പിന്മാറി. അപ്പം പിന്നെ ഇനിയിപ്പോൾ അഞ്ജനയുടെ കഴുത്തിൽ താൻ താലി അർത്തേണ്ടി വരും. അല്ലെങ്കിൽ ആ കൃത്യസമയത്ത് എവിടേക്കെങ്കിലും ഒളിച്ചോടേണ്ടി വരും. അത് നടപ്പുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ മുറിയിലിരിക്കുന്ന സമയത്ത് നയനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നു. താനും നയനെ എത്ര സന്തോഷത്തിലായിരുന്നു. അവളെ ഇഷ്ടപ്പെട്ട ആ ദിവസങ്ങളൊക്കെ അവളുടെ കയ്യിൽ താൻ റിങ് ഇട്ടതും, അത് മാത്രമല്ല പലപ്പോഴും തമ്മിലുള്ള ആ കൂടിക്കാണൽ കോഫി ഷോപ്പിലൊക്കെ വെച്ച് ഓരോ ദിവസവും ഓരോ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അവൾ തിരികെ വരും എന്നുള്ള പ്രതീക്ഷ. പക്ഷെ ഇന്ന് വരെ അവളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. എങ്ങനെയെങ്കിലും അവളൊന്ന് തിരികെ വന്നാൽ മതിയായിരുന്നു. പക്ഷെ അവൾക്ക് പകരം അഞ്ജനെ അവിടേക്ക് കൊണ്ടുവെക്കാൻ തന്നെ കൊണ്ട് സാധിക്കില്ല. ഒരു ഭാര്യ എന്ന സ്ഥാനം അവൾക്ക് കൊടുക്കാൻ തനിക്ക് കഴിയില്ല. തൻ്റെ മനസ്സിൻ്റെ ഒരു കോണിപ്പോലും അവളില്ല. അവൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അവൾക്കൊരുതരം വാശിയാണ്. തന്നോടുള്ള ഇഷ്ടമല്ല. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആകെയുള്ളൊരു പ്രതീക്ഷ ഭൂമിയായിരുന്നു. ഭൂമി അതിനകത്തുനിന്ന് പിന്മാറി. അപ്പോഴേക്കാണ് ഭൂമിയുടെ കോള് വരുന്ന അജയ്ക്ക്. അജയ് കോളെടുത്തു. ഭൂമിയാണല്ലോ, എന്തായിരിക്കും എന്നോർത്ത് പെട്ടെന്ന് കോളെടുത്തു. എന്താ ഭൂമിന്ന് ചോദിച്ചു. അതെ സാറേ, ഈ സമയത്ത് വിളിച്ചതിൽ ക്ഷമിക്കണം. അല്ല ഭൂമി, കാര്യം പറ. അത് പിന്നെ സാർ എന്നോട് പറഞ്ഞില്ലേ സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാമെന്ന്. എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. സമ്മതമാണോ? അപ്പം ഭൂമി പറ്റില്ല എന്ന് പറഞ്ഞേ. അത് പിന്നെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് മതിയെന്ന്. കാരണം സാറ് പറഞ്ഞത് തന്നെ ശരി. അഞ്ജന ഒരിക്കലും സാറിന് ചേരുന്ന പെൺകുട്ടിയല്ല. അതെന്താ ഇപ്പം പെട്ടെന്ന് ഇങ്ങനൊരു മനമാറ്റം? എനിക്കങ്ങനെ തോന്നി സാറേ. അതുകൊണ്ട് സാറിൻ്റെ ജീവിതം സേഫ് ആകണം. നയനെ വരും. സാറ് കാത്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് സാറിന് വേണ്ടിയിട്ട് ഈ ത്യാഗം ചെയ്യാൻ ഞാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു. ഉറപ്പാണോ? ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ പറഞ്ഞിട്ട് കാല് വാരുമെന്ന് ചോദിച്ചു. ഇല്ല, ഉറപ്പായിട്ടും ഞാൻ സാറിന് വേണ്ടിയിട്ട് നിലകൊള്ളൂ എന്ന് പറഞ്ഞു. അജയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായി. കാരണം അജയ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഭൂമി സമ്മതിക്കുമെന്ന് കരുതിയില്ലോ. ആൽഫ്രഡ് പറയുകയും ചെയ്താണ് അവൾ തിരികെ വിളിക്കുമെന്ന്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആൽഫ്രഡിനെ വിളിച്ചു. ആൽഫ്രഡിനെ വിളിച്ചിട്ട് അജയ് കാര്യങ്ങൾ പറയണം. ഭൂമി സമ്മതിച്ചെന്ന് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആൽഫ്രഡ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവൾ വീട്ടിൽ ചെന്ന് സമാധാനമായിട്ട് ചിന്തിക്കുമ്പോൾ അവൾക്ക് തോന്നും നീ പറഞ്ഞാൽ ശരിയെന്ന്. കാരണം അവൾക്കിപ്പോൾ അവളുടെ അമ്മയെ രക്ഷിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ സന്നദ്ധയായിട്ട് അവൾ ഇരിക്കുന്നത്. അപ്പോഴേക്കും അജയ് പറഞ്ഞു, ഇതത് മാത്രമല്ലെന്ന് തോന്നേ, വേറെ എന്തോ റീസൺ ഉണ്ടെന്ന് തോന്നേ. അതെന്താടാ? അതെന്താണെന്നും എന്നോട് അവൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും
അഞ്ജന ഭയങ്കര സന്തോഷത്തിൽ എഴുന്നേറ്റ്. അപ്പം തലേദിവസത്തെ ആ കെട്ടങ്ങോട്ട് വിട്ടുകൊണ്ടായിരുന്നുള്ളൂ. എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഭവാനി കുറേ ചീത്ത പറഞ്ഞു. ഇന്നലെ നീ വന്ന എങ്ങനെയാ, നിനക്ക് വല്ല ബോധം ഉണ്ടായിരുന്നോ? ഭാഗ്യം കൊണ്ടാണ് ഇവിടെ ആരും കാണാതിരുന്നത്. നിന്നെ ഒരു വിധത്തിലാണ് ഞാൻ മുറിയിൽ കൊണ്ടുപോയി കിടത്തിയത്. അല്ലമ്മേ അതിനെന്താ? കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, നിനക്കറിയാലോ. കല്യാണത്തിന് മുമ്പ് നീ എന്ത് പരിപാടിയാടി കാണിച്ചേ? മദ്യവെച്ച് ലക്ക് കേട്ട് വരുന്നോ? എങ്ങാനും ഇവരാരെങ്കിലും കണ്ടായിരുന്നെങ്കിൽ നിന്റെ കല്യാണം വരെ മുടങ്ങിപ്പോയനോ. അപ്പം ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. നീയൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ. എങ്ങാനും ആ തള്ള എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കല്യാണം വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചേരാം. നമ്മൾ എത്ര റിസ്ക് എടുത്താന്നറിയാലോ ഈ കല്യാണത്തിലേക്ക് പോകുന്നേ. അപ്പം പിന്നെ നീ അതെന്താ ചിന്തിക്കാത്തെ? നിനക്കാണെങ്കിലോ നിന്റെ മനസ്സിലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും ഇനി വിവാഹം മുടങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞു. സോറി ടോമേന്ന് പറഞ്ഞു. സോറി, എന്നോട് ഞാൻ കൂടുതലൊന്നും പറയണ്ട. നേരത്തെ കാലത്ത് വീട്ടിലും കയറിക്കോണമെന്ന് പറഞ്ഞു. റോയിയായിട്ട് കറങ്ങാൻ പോയതെന്നുള്ള കാര്യം അഞ്ജന പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്ന് അറിയുകയും ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അജയ് ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് അജയ് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അഞ്ജനയും കൂടി ചെന്നു. അജയ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. പെട്ടെന്ന് അജയ് കൈ അങ്ങ് തട്ടിമാറ്റി. ഓ, ഇത്രയ്ക്ക് വലിയ ചാടയാണോ? ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കഴുത്തിൽ താലി ആർത്തേണ്ട ആളാന്നുള്ള ഓർമ്മ വേണം. അജയ് പക്ഷേ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അജയ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. പിന്നെ എന്തൊരു പത്രാസ കാണിച്ചു തരാടാ നിന്നെ ഞാൻ. താലി കെട്ടൊന്ന് കഴിഞ്ഞോട്ടെ. എടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചു പോലും. എൻ്റെ മനസ്സിൽ വേറെ ആൾക്കാരുണ്ടാ. ഈ സ്വത്തുക്കൾ കണ്ടിട്ട് മാത്രമാണ്. എൻ്റെ അമ്മയും ഞാനും ഒക്കെ അത് കണ്ടിട്ട് മോഹിച്ചിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ നീയും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു കാരണവശാലും നടക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് അഞ്ജന മനസ്സിൽ പറയണത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭവാനി വന്നു. മോളെ, ഇനിയിപ്പം കല്യാണ കാർഡ് കൊടുത്ത് വിളിക്കാനുള്ളവരെയൊക്കെ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു. നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ അവരെയൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആരെയും വിളിക്കാനുണ്ടോ? ഉണ്ട്, ഒരാളെയും കൂടെ എനിക്ക് വിളിക്കണം. അതാരെയാ? അവളുണ്ടല്ലോ, ആ ഭൂമി. അവളുടെ വീട്ടിൽ ചെല്ലണം. കല്യാണ കാർഡ് കൊടുത്തു വേണം അവളെ വിളിക്കാനെന്ന് പറഞ്ഞു. അമ്മയും കൂടെ എന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞു. അല്ല മോളെ, അത് അമ്മയും കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഭൂമിയുടെ വീട്ടിലേക്ക് രണ്ടുപേരും കൂടെ പോവുകയാണ്. ഈ സമയത്ത് ഭൂമി ഷോപ്പിലേക്ക് ഇറങ്ങാനായിട്ട് ഒരുങ്ങുമായിരുന്നു. അങ്ങനെ ഇറങ്ങാനായിട്ട് ഒരുങ്ങുന്ന സമയത്താണ് ഒരു കാറ് വന്നിരുന്നത്. ഭൂമി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അഞ്ജന അകത്തേക്ക് കയറി വന്നു. അഞ്ജനയെ കണ്ടുകഴിഞ്ഞപ്പോൾ ഭൂമി ഒരു നിമിഷം നമ്പരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. നിനക്കൊരു സമ്മാനം തരാൻ വേണ്ടിയേ വന്നാന്ന് പറഞ്ഞു. സമ്മാനമോ? അതെ, ഇതാ പിടിച്ചോളാൻ പറഞ്ഞു. അതും പിടിഞ്ഞുകൊണ്ട് ആ കാർഡ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അവൾ ഭൂമിയെ തുറന്നു നോക്കി. കല്യാണ കാർഡാണ്. അപ്പോഴേക്കും അഞ്ജന പറഞ്ഞു, എടി നിന്നെ ഈ ചെറ്റക്കുള്ളിൽ വന്ന് എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. നിന്നെ കല്യാണം നേരിട്ടൊന്ന് ക്ഷണിക്കാനിട്ട്. നീ വരാതിരിക്കരുത്, നീ വരണം എന്ന് പറഞ്ഞു. നിനക്ക് ആ കാഴ്ച കണ്ടു കഴിയുമ്പോൾ നെഞ്ച് പൊട്ടിപ്പോവും. കാരണം അജയ് എൻ്റെ കഴുത്തിൽ താലി ആർത്തുന്ന കണ്ടു കഴിയുമ്പോൾ. അത് കേട്ടപ്പോൾ ഭൂമി പറഞ്ഞു, അഞ്ജന വെറുതെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഉണ്ടാക്കൂടി, ഞാൻ പ്രശ്നം ഉണ്ടാകും. എടി നിനക്ക് എന്ത് യോഗ്യതയാടി ഉള്ളത് അജയുടെ പിന്നാലെ നടക്കാൻ? നീയോ അജയും കൂടെ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അജയനെ നീ വല വീശി പിടിച്ചാന്ന് അറിയാം. ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും നിന്റെ അമ്മ നിന്റെ അച്ഛനെ വല വീശി പിടിച്ചല്ലേ. നാടാക്കാരിയല്ലായിരുന്നു നിന്റെ അമ്മ. അപ്പം നീ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞേ തീരുമല്ല. ഭൂമിക്ക് ദേഷ്യം വന്നു. അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ പൊക്കുവാണ്. അപ്പോഴേക്കും അഞ്ജന പറഞ്ഞു, തൊട്ടുപോലെ തന്നെ. എടി നീയും നിന്റെ അമ്മയും നിന്റെ അച്ഛനും എല്ലാം കണക്കാടി. അതുകൊണ്ടല്ലേടി നിന്റെ അച്ഛൻ നേരത്തെ പോയെന്നൊക്കെ ചോദിച്ചാൽ ദേഷ്യപ്പെടുവാണ്. അതും പറഞ്ഞിട്ട് അഞ്ജനെ അങ്ങോട്ട് പോകാൻ ഇറങ്ങുമ്പോഴത്തേനും ഭൂമി നിൽക്കേടി അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് പാഞ്ഞു ചെന്നു. എന്നിട്ട് അവിടെ കിടന്നൊരു കമ്പം എടുത്ത് അടിക്കാനായിട്ട് ഓങ്ങുവാണ്. അപ്പോഴേക്കും അഞ്ജന അവിടെ കിടന്നൊരു കട്ടയെടുത്തു. വാടി, നിന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോരുകോഴിനെപ്പോൾ നിൽക്കുകയാണ്. ഇത് ഭവാനി കണ്ടു. ഭവാനി പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി വന്നു. ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഭൂമിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഭൂമി ഉറപ്പായിട്ട് അവളുടെ തലമണ്ട അടിച്ച് പൊട്ടിച്ചാനും. കാര്യം എന്തൊക്കെ സഹിക്കും. അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഭവാനിക്ക് അതല്ല പേടി. കാരണം ഭൂമി ആരാന്നുള്ള കാര്യം നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത അഞ്ജനയ്ക്കാണ് താനും. പെട്ടെന്ന് ഭവാനി വന്നിട്ട് പറഞ്ഞു, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അഞ്ജന, ബാ, കല്യാണം ക്ഷണിക്കാല്ലേ വന്ന, ബാ, നമുക്ക് തിരികെ പോകാന്ന് പറഞ്ഞു. പിന്നെ ഇവളെന്നെ ഇൻസൾട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു, എന്നെ തല്ലാൻ വന്നിരിക്കുന്നു. ഇവളൊന്നും തല്ലട്ടെ. തല്ലു എന്ന് പറഞ്ഞാൽ ഞാൻ തല്ലും. മാര്യായ്ക്ക് കടന്നു പോയിക്കോണേ എൻ്റെ മുറ്റത്തുനിന്ന്. അല്ലെങ്കിലുണ്ടല്ലോ അമ്മയും മോളെ ഞാൻ ഇവിടെ ഇട്ട് ശരിയാക്കുമെന്ന് പറഞ്ഞു. ഒടുവിൽ അഞ്ജനയും ഭവാനിയും കൂടെ നാണം കെട്ട് തല താഴ്ത്തി അവിടെ നിന്ന് പോവുകയാണ്. വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അവരെ കണ്ടം വഴി ഓടിച്ചു. ഭൂമി പിന്നീട് ആ കാർഡിലേക്ക് നോക്കുകയാണ്. നീ സ്വപ്നം കണ്ടോടി, ഒരിക്കലും നടക്കാൻ പോകാത്ത കല്യാണത്തെക്കുറിച്ച്. നിന്റെ കഴുത്തിൽ ഒരു കാരണവശാലും താലി കിട്ടില്ല അജയ്. പിന്നെ നീ ഇത്രയും വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം തീരുമാനിച്ചു.
നീ ആ കാഴ്ച കാണും. എൻ്റെ കഴുത്തിൽ അജയ് താലിയാർത്തുന്ന കാഴ്ച നീ കാണും. അത് അവളുടെ ശബ്ദമായിരുന്നു. എന്നെ ചെറ്റക്കുടിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറഞ്ഞവളല്ലേ നീ. അപ്പം നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടി എന്ന് ഭൂമിയും പ്രതിജ്ഞ എടുക്കുകയാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.